ഇമോഷണൽ മാസ്റ്ററി അല്ലെങ്കിൽ സെൽഫ് മാസ്റ്ററി, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റിയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഫണ്ട് ഏത് വഴിക്കാണ് പൈസ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും. ഒന്ന് പെട്ടെന്ന് സക്സസ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്നും എക്കാലം ഇതുകൂട്ട് കാശിഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കുമെന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കാം അവിടെ നിന്ന് കിട്ടുമ്പോൾ ഇതങ്ങ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പെട്ടെന്ന് ഈ തിരിമറിയിലേക്ക് നമ്മൾ പോകും. പക്ഷേ അവിടെ നിന്ന് കിട്ടാതെ വരുമ്പോൾ ഇവിടെ കൊടുക്കാനും പറ്റത്തില്ല. അപ്പം പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കും. ഇതൊക്കെ ചെയ്തിട്ടുള്ള മീറ്റർ പലിശയ്ക്ക് എടുത്തിട്ടുണ്ട്. അതായത് 1,00,000 രൂപ പലിശയ്ക്ക് ഈ പറയുന്ന മെഡിക്കൽ ട്രിപ്പ് ആവുന്നതിന് മുമ്പാണോ ശേഷം? അല്ലല്ല, ഇതൊക്കെ അതിന് ശേഷം. അതെല്ലാം പിന്നെ മാലപ്പടക്കം പോലെ 1, 2, 3, 4, 5, 6, 7, 8 ബിസിനസ്സാണ് അടുപ്പിച്ചടുപ്പിച്ച് പൊട്ടിയത്. പറയുന്ന മെഡിക്കൽ ട്രിപ്പിന് ശേഷം അതിനുശേഷം പിന്നെ ജനറൽ ട്രേഡിംഗ് ബിസിനസ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ട്രിപ്പ് നിർത്തി. എല്ലാം തുടങ്ങുന്ന അങ്ങനെ ഒരു ഗുണമുണ്ട്. ഏണിചാരും അത് റോങ് സ്ഥലത്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തുടങ്ങിയതിനേക്കാൾ സ്പീഡിൽ ഞാൻ നിർത്തും. മെഡിക്കൽ ട്രിപ്പ് നിർത്താനുള്ള കാരണം നഷ്ടം തന്നെ. ലാഭമില്ല, കാശ് കിട്ടുന്നില്ല. പലയിടത്തൊന്നും കൊടുത്തിടത്തൊന്നും കാശ് കിട്ടുന്നില്ല. അപ്പോൾ ഈ 8 ബിസിനസ്സിൽ നിന്ന് ഒരു കാര്യം പഠിച്ചു, കടം കൊടുക്കരുത്, കൊടുത്താൽ തെണ്ടിപ്പോവും എന്ന്. നിങ്ങൾ വലിയ വിഷയം ഉണ്ടാക്കിയ ഒരു കേസാണ്. ഈ മണ്ണിലിരുന്ന് തന്നെയായിരുന്നു ആ വിഷയം. അതെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന 10,000 കണക്കിന് ബിസിനസ് ഓണേഴ്സ് എൻ്റെ മുന്നിൽ സാക്ഷ്യമാണ്.